അപ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജി ടോക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് നമ്മുടെ സ്വന്തം മല്ലൻകുഴിയിലേക്കാണ്. മല്ലൻകുഴി എന്ന് പറയുന്നത് നമ്മുടെ കുന്നംകുളത്ത് നിന്നും ഏകദേശം 10-15 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമായതുകൊണ്ടും കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങൾ ഈ മല്ലൻകുഴിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കലും കൂടിയായിരുന്നു ഞങ്ങൾക്ക് ഈ ഒരു യാത്ര. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു യാത്ര എങ്ങനെ തോന്നുന്നു എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റിൽ പറയുക. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. മല്ലൻകുഴി ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ഉച്ചത്ത് ഊണ് കഴിഞ്ഞിട്ട് ഒരു 2 മണി 2:15 ആ ഒരു ടൈമിലാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മല്ലൻകുഴിയെ ലക്ഷ്യം വെച്ചുകൊണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ തൂമാനത്തേക്ക് പോയപ്പോൾ ഞാനും നോബിളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ കൂടെ ഫ്രിജോ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. ഫ്രിജോ നമ്മുടെ ഫ്രണ്ടാണ്. അപ്പോൾ ഞങ്ങൾ നഴ്സറി തൊട്ടിട്ടുള്ള ബന്ധമാണെന്ന് പറഞ്ഞത്. അപ്പോൾ അത്രയും പഴയൊരു ഫ്രണ്ടാണ്, ഇപ്പോഴും ഫ്രണ്ടാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ യാത്ര തുടരുകയാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ കണ്ട ഒരു കാഴ്ചയാണ് പുതുതായിട്ട് ആറിയത് റോഡിൻ്റെ നടുഭാഗം പൊളിച്ചുകൊണ്ട് വാട്ടർ അതോറിറ്റിയുടെ തോന്നുന്നുണ്ട്. അതന്നെ അവനെ സാധ്യത കൂടുതൽ, അവിടെ കൂടുതൽ വെള്ളം പൊട്ടി വരും കാര്യങ്ങളൊക്കെ അവിടെയാണ് കൂടുതൽ കാണാറുള്ളത്. അപ്പോൾ അവരത് ഒന്ന് പൊളിച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മഴ പെയ്താൽ അത് വലിയൊരു കുണ്ടാവാൻ നമുക്ക് ആഗ്രഹിക്കാം. സാധാരണ നമ്മുടെ അവിടെയൊക്കെ അങ്ങനെയാണ് പതിവ്. ടാർ ചെയ്ത് പോവും, ദെൻ വാട്ടർ അതോറിറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വല്ല കേബിളുകാരോ ആരെങ്കിലും ഏതെങ്കിലും ടീമുകളോ വന്നിട്ട് അത് പൊളിക്കും. അല്ലാതെ പൊളിക്കാതെ കാര്യം നടക്കില്ലല്ലോ. അപ്പോൾ അത് പിന്നെ ഒരു കുഴിയായി കഴിഞ്ഞാൽ നമ്മുടെ നടുവിനെയൊക്കെ ഒരു മസാജ് കൂടുതൽ കിട്ടുന്നുള്ളൊരു കാര്യമാണ് എനിക്കിതിലൂടെ പറയാനുള്ളത്. അപ്പോൾ ചെറിയൊരു മഴക്കോളുള്ള കാരണം വീഡിയോ മൊത്തത്തിൽ എടുക്കാൻ പറ്റുമെന്നുള്ളത് ഒരു ചെറിയ സംശയമുണ്ട്. കാരണം എന്താ വെച്ചാൽ 2 ദിവസമായിട്ട് ഭയങ്കര മഴയാണ്. അപ്പോൾ ഇന്ന് പോകാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിച്ചതല്ല. പക്ഷേ നമ്മുടെ ആഗ്രഹം വലിയ കുഴപ്പമില്ലാത്ത കാരണമാണെന്ന് തോന്നുന്നുണ്ട്. പ്രകൃതി നമ്മുടെ കൂടെ നിന്നു. മറ്റേ പൗലോ കൊയിലോ ആരാണ്ട് പറഞ്ഞ പോലെ നമ്മുടെ ആഗ്രഹം അതിതീവ്രവും അല്ലെങ്കിൽ എന്താ പറയുക അത് ആവശ്യമുള്ളതാണെന്നൊക്കെ പ്രകൃതിക്കും എല്ലാവർക്കും തോന്നിക്കഴിഞ്ഞാൽ എല്ലാ സംഭവങ്ങളും നമ്മുടെ കൂടെ നിൽക്കുന്നു പറയുന്നത്. അപ്പോൾ തക്കാലത്തിനിപ്പോൾ മഴയും കാര്യങ്ങളൊന്നുമില്ല. കണ്ടറിയണം കോശി ഞങ്ങൾക്ക് ഇനി എന്ത് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് പോകുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് പട്ടാമ്പി റോഡ്, അക്കിക്കാവ് ആ വഴി നമുക്ക് അങ്ങനെ തിപ്പിലിശ്ശേരി വഴി പോകാം. അല്ലെങ്കിൽ പിന്നെ പോകാൻ പറ്റുന്ന വഴി വടക്കാഞ്ചേരി വഴിയാണ്. അപ്പോൾ നമ്മൾ വടക്കാഞ്ചേരി വഴിയാണ് പോകുന്നത്. കാരണം നമ്മുടെ നോബിളേട്ടൻ്റെ വീട് വടക്കാഞ്ചേരി റോഡിലുള്ള ചൊവ്വന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടുന്ന് അവൻ്റെ വണ്ടിയുമേയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 3 പേര് കൂടി ഇന്നൊരു തകർക്കും എന്നുള്ളൊരു ആവേശത്തിലാണ് ഇവിടുന്ന് പുറപ്പെടുന്നത്. എന്താവോ എന്തോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് എരുമപ്പെട്ടി റോഡാണ്. അവിടെ നമ്മൾ ഇതേ കാണുന്ന ആ ചെറിയ വഴിയിലേക്ക് അങ്ങോട്ട് തിരിക്കണം, റൈറ്റ്. കൃത്യമായ വഴി ഗൂഗിൾ മാപ്പിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ മറ്റേ സ്ട്രീറ്റ് വ്യൂ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ വഴികൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം ആരും പേടിക്കണ്ട. നമുക്ക് പകുതിയിൽ നിന്ന് വെച്ചിട്ട് മഴ പെയ്ത കാരണം നമ്മുടെ ക്യാമറ ഓഫ് ചെയ്യേണ്ടി വന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മൊത്തം വഴി ഞാൻ കാണിച്ചു തരുന്നു. ഒരുവിധം കൺഫ്യൂഷൻസുള്ള വഴികളൊക്കെ നമുക്ക് കാണിച്ചു തരാനോണ്ടൊരു കുഴപ്പമില്ല. പക്ഷേ മഴ പെയ്താൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ മല്ലൻകുഴിയിലേക്ക് അടുക്കുകയാണ്. പോകുന്ന വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലയിടത്ത് കുണ്ടുകൾ, ചിലയിടത്ത് ടാർ എന്നൊക്കെ പറഞ്ഞ പോലെ അത്ര ഭയങ്കരമായ സൂപ്പർ വഴിയൊന്നുമില്ലെങ്കിൽ വലിയ കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മുടെ ക്യാമറയുടെ മുകളിൽ ചെറുതായിട്ടൊരു മഴത്തുള്ളി ഒറ്റി വീണുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈഡിലുള്ള ഏതെങ്കിലും വീടിൻ്റെ ഉള്ളിൽ നമ്മളുണ്ടാവും. അപ്പോൾ അതിനെക്കാട്ടി നല്ല നമ്മൾ വണ്ടി ഓടിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോഴാണ് ഇതൊക്കെ നമ്മൾ കാണുന്നത്. ഈ വീഡിയോയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളത്. പിന്നെ ഇതിൽ ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് ആ ഓടുമേഞ്ഞ വീടുകളാണ്. നമ്മുടെ ആ പഴയ സെറ്റപ്പ്. നമ്മളൊക്കെ ചെറുപ്പത്തിലെ കൂടുതൽ ഓടുമേഞ്ഞ വീട്ടിൽ ജീവിച്ച ആൾക്കാരായിരിക്കും കൂടുതലും. ഞാനൊക്കെ അങ്ങനെയായിരുന്നു എൻ്റെയൊക്കെ ഒരു ചെറുപ്പ കാലഘട്ടത്തിൽ. ഈ വീഡിയോ കാണുന്ന എത്ര ആൾക്കാർ ഓടുമേഞ്ഞ വീട്ടിൽ ജീവിച്ച് ഇപ്പോൾ ടെറസ് വീട്ടിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഈ കോൺക്രീറ്റ് കെട്ടിടത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇനി കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ നേരെ മല്ലൻകുഴിയിലേക്ക് എത്തും. അപ്പോൾ ഇനി മല്ലൻകുഴിയിലേക്കുള്ള മെയിൻ വഴിയുണ്ട്. മെയിൻ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറില്ലാതെ നമ്മൾ മണ്ണിലൂടെ സഞ്ചരിക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് റോഡിങ് എന്നൊക്കെ ചിലർ പറയും അതിനെ. അപ്പോൾ അത് ആ കാണുന്ന വഴിയാണ്. നമ്മൾ നേരെ റൈറ്റിലേക്ക് തിരിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ മാപ്പ് നോക്കി പോകുന്ന ആൾക്കാരോട് ഒരു കാര്യം പറയാനുള്ളത്, നേരെയാണ് അവർ കാണിക്കുക. അപ്പോൾ ആ വഴി പോയി കഴിഞ്ഞാൽ എനിക്കറിയില്ല എങ്ങോട്ട് എത്താന്നുള്ളത്, നമ്മൾ പോയിട്ടില്ല. അപ്പോൾ ഈ വഴിയാണ് കൃത്യമായിട്ട് ഞങ്ങൾ ഇതുവരെ പോയിട്ടുള്ള വഴി. അപ്പോൾ ആ വഴി ഇനി വേറെ ദിവസം പോകുമ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം, അല്ലെങ്കിൽ അവിടെ ആൾക്കാരോട് നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പോൾ ഈ വഴിയെ തൊട്ടിട്ട് നമുക്ക് കുറച്ച് ലൈവ് ഓഡിയോ കേൾക്കാം. ഓ ഗൈസ്, അത് സ്ട്രേറ്റ് വഴിയും വേണമെങ്കിലേ, പക്ഷെ പറയാൻ പറ്റില്ല. അവിടേക്ക് ഇവന്മാർ ഓരോന്ന് ചെയ്തിട്ട് നടക്കണതാവുക. വലിയൊരു വണ്ടിയൊക്കെ എടുക്കുന്നു. അല്ല, അവിടെ ഏതൊരു വീടൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. അവിടെ ട്രാവലർ ഉണ്ട് മുന്നേ. ഇത് അത്യാവശ്യം വലിപ്പമുണ്ടല്ലോ വഴി. ഓ, അത്യാവശ്യം ചീഞ്ഞ വഴിയാണ് ഗായ്സ്.
ശ്രദ്ധിച്ചില്ല. ഇതന്നെ വഴി. അത്യാവശ്യം ഒരു ഓഫ് റോഡിങ് പരിപാടികളൊക്കെ ചെയ്യുന്ന വഴിയാണ്. അന്ന് ഗ്രീവേഴ്സ് വന്നിട്ട് ഈ സ്ഥലം ഭയങ്കര കൊണ്ടുപോയത്. ഇത് വഴി തന്നെ അങ്ങനെ തന്നെ പോവാ. കുറച്ചുള്ളിൽ പോകണ്ടോ? വർഷങ്ങൾക്ക് മുന്നേ വന്നിട്ടുള്ള ഈ വഴിക്ക്, വർഷങ്ങൾക്ക് ശേഷം പടം പോലെ പൊട്ടു. ഫോറസ്റ്റ് ഏരിയ പോലത്തെ സെറ്റപ്പല്ല, ഫോറസ്റ്റ് ഏരിയ ആണ്. നോബിൾ തന്നെയല്ലേ പിന്നെ നോബിൾ തികഞ്ഞ മഞ്ഞത് എപ്പോഴായത്? ഇതാണ് ആ വഴി. നന്നായി. അതൊരു കുറച്ച് ദൂരം ഉണ്ട് നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്യാമറ വളഞ്ഞുണ്ടായിരിക്കുന്നത്. Team boy. വെള്ളം കൊള്ളൊന്നുമില്ലല്ലേ? വെള്ളം ഉണ്ടല്ലോ, പിള്ളേരെ കുളിക്കണ്ടല്ലോ. അപ്പം മല്ലൻകുഴിയിൽ നമ്മൾ എത്തി. മല്ലൻകുഴിയിലെ ക്ഷേത്രമാണ് ആദ്യം നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ആ ക്ഷേത്രം കാണിക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ നേരെ പകുതിയിൽ നിന്ന് വെച്ചിട്ട് നമുക്ക് ചെറിയൊരു മഴ കൂടി കിട്ടിയപ്പോൾ നമ്മൾ ക്യാമറ ഓഫ് ചെയ്തു. പിന്നീട് നമ്മൾ ആ മല്ലൻകുഴിയിലേക്ക് എത്തുന്ന ഒരു വിഷ്വൽ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ വെള്ളത്തിൽ നിറച്ച് പെൺകുട്ടികൾ കിടന്ന് കുളിക്കുകയാണ്. പെൺകുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുടുംബമായിട്ട് വന്ന് കുളിക്കുകയാണ്. അപ്പോൾ അവരുടെ കുടുംബമായിട്ടുള്ള കുളി നമ്മൾ ഇതിലൂടെ കാണിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ നേരെ അമ്പലം കാണാമെന്ന് വെച്ചിട്ട് നേരെ അങ്ങോട്ട് മുകളിലേക്ക് കയറുകയാണ്. അപ്പോൾ നമ്മൾ ആ അമ്പലത്തിൻ്റെ സൈഡിൽ ചെറിയൊരു മല കണ്ടു. ആ മലയമേലേക്കൊന്നും കയറാൻ പറ്റില്ല. അവിടെയൊക്കെ നിറച്ച് കാടും പടലുമാണ്. അപ്പോൾ കാടിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം നമ്മൾ കാട് കാണാൻ പോയില്ല. നേരെ നമ്മൾ ഈ അമ്പലക്കുളവും അമ്പലവും ഒക്കെ ഇങ്ങനെ ചുറ്റി നടന്ന് കാണുകയാണ്. അപ്പോൾ നമ്മുടെ അമ്പലക്കുളം വലിയ ഉപയോഗമില്ലാന്ന് തോന്നുന്നുണ്ട് ഇവിടെ. അങ്ങനെ അധികം ആൾക്കാർ ഇറങ്ങി കുളിക്കണ ഒരു അമ്പലക്കുളം അല്ലാത്ത പോലെ കണ്ടപ്പോൾ തോന്നിയത്. ചിലപ്പോൾ ഇനിയിപ്പോൾ കുളിക്കുണ്ടാവായിരിക്കട്ടെ, നമുക്കറിയില്ല. പിന്നെ കണ്ടിടത്തോളം എനിക്ക് മനസ്സിലായ വേറൊരു കാര്യം, ചുറ്റും നിറയെ റബ്ബറുകളാണ്. റബ്ബറിൻ്റെ ഒരു വൻ ശേഖരം തന്നെ നമുക്കിവിടെ കാണാം. റബ്ബർ കാടാണ് മൊത്തത്തിൽ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും റബ്ബർ തോട്ടം മുതലാളിമാരൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും, ഞാനൊരു റബ്ബർ തോട്ടം മുതലാളിയാടാന്നൊക്കെ പറഞ്ഞിട്ട്. അത് രസമല്ലേ? അപ്പോൾ അങ്ങനെ വല്ലൊരു റബ്ബർ കൃഷി ചെയ്യണ ആൾക്കാർക്ക് വേണമെങ്കിൽ പറയട്ടോ, മുതലാളിമാർക്കല്ല, റബ്ബർ കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും കമൻറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നേരെ നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോകണം. അവിടെ അവരെ കുളി കഴിഞ്ഞൊന്നും നോക്കണമല്ലോ, എന്നിട്ട് വേണം ബാക്കി വീഡിയോ എടുക്കാനേ. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ അവരെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല, അവരതിലിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് ബാക്കി ഭാഗങ്ങൾ പോയിട്ട് ആസ്വദിച്ച് തിരിച്ചു വരാം, അപ്പോഴേക്കെങ്കിലും ഒരു പോകും നമുക്ക് നോക്കാമെന്നുള്ളൊരു പരിപാടിയിൽ നമ്മൾ നേരെ മുന്നോട്ട് നടന്നപ്പോൾ അവിടെ നിന്ന് ഒരു ഫാമിലി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, മോനെ ആ വഴിക്ക് പോക്കാം, അവിടെ നല്ല രസമാണ്, ഈ വെള്ളമൊക്കെ അവിടെ നിന്നാണ് ഒഴുകി വരുന്നത്, നല്ല ആടി വെളിയാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ശരി നമുക്ക് അങ്ങോട്ട് ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആൾ പറഞ്ഞ പോലെ തന്നെ ഉള്ളിലേക്ക് കയറി പോകുമ്പോൾ നമുക്ക് ശരിക്കും നല്ലൊരു കാട്ടിലേക്ക് നമ്മൾ അങ്ങോട്ട് കയറണ ഒരു സെറ്റപ്പ് തന്നെയാണ് കേട്ടോ. ശരിക്കും വേറെ ശബ്ദ കോലാഹലങ്ങളൊന്നുമില്ല. ചെറിയ ബാക്കിൽ നിന്ന് മറ്റേ ചേച്ചിമാരുടെയും ചേട്ടന്മാരുടെയും ഓളിഡിലും നിലവിളിയൊക്കെ ഉണ്ടെങ്കിലും അതൊഴിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി കാടിൻ്റെ ആംബിയൻസ് ഉള്ള ഒരു കിടിലൻ സ്ഥലം. ആളുകൾ കുറേ നടന്നു പോയതിൻ്റെ തെളിവായിട്ട് നല്ലൊരു വഴിയുണ്ട് അവിടെ നടന്നു പോകാൻ. അപ്പോൾ എന്തായാലും നമ്മളങ്ങോട്ട് മുന്നോട്ട് പോവാണ്. ഇനി എന്തൊക്കെയാണ് ഇനി ഇവിടെ നടക്കാൻ പോണേന്ന് നമുക്കറിയില്ല. എൻ്റെ പിന്നിൽ നടന്നു വരുന്ന ഇവരെ രണ്ടുപേരും എനിക്കറിയാം. അപ്പോൾ ഇവരെ മുന്നിലാക്കിക്കൊണ്ട് ഞാൻ പിന്നിലൂടെ നടക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളവിടെ കുറച്ചുകൊണ്ട് കയറി കഴിഞ്ഞാൽ കുറച്ച് പാറയും കാര്യങ്ങളൊക്കെയാണ് അവിടെ. അപ്പോൾ
നല്ല മഴ പെയ്ത് നിൽക്കുന്ന സമയം എന്ന് വെച്ചാൽ ഇപ്പോൾ 2-3 ദിവസം അടുപ്പിച്ച് മഴ പെയ്താലാന്ന് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ നല്ല മഴയുള്ള സമയത്താണെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു വെള്ളച്ചാട്ടം പോലെ കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഈ റൈറ്റ് സൈഡിൽ അടിയിൽ കാണുന്നത്. അതിൻ്റെ അടിഭാഗത്ത് നിന്നുള്ള വ്യൂ നമ്മളിതിൽ കാണിക്കും എന്തായാലും. അപ്പോഴാണ് ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ തുടർന്ന് ഉള്ളിലേക്കാണ് നമ്മുടെ യാത്ര. വേറെ കാര്യങ്ങളൊന്നും നമുക്ക് ഇനി കൂടുതൽ ചിന്തിക്കാനില്ല. ഈ നേരെ ഓപ്പോസിറ്റൊക്കെ ഒരു വഴികൾ മുകളിൽ കയറി പോകുന്നുണ്ട്. പക്ഷേ അത് അത്ര അങ്ങോട്ട് ഒരു ക്ലിയർ അല്ലാത്ത വഴിയായതുകൊണ്ട് നമ്മൾ ആ വഴിക്ക് അങ്ങോട്ട് പോയില്ല. പിന്നെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ കാണുന്ന കാഴ്ച കുറച്ച് തേക്കുകളാണ്. 2 സൈഡിലും വരി വരിയായിട്ട് വെച്ചിട്ടുള്ള കുറച്ച് തേക്കുകൾ. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു ഭംഗിയുള്ള സ്ഥലം ഞാൻ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ട് ഈ ഭാഗത്തേക്ക് പോയിട്ടില്ല. കാരണം അന്നൊന്നും ഇത്രയും അങ്ങോട്ട് ഒരു വഴി ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. അന്ന് ഈ മല്ലൻകുഴി വെറുതെ കാണുക, എന്നിട്ട് തിരിച്ചു പോവുക, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇങ്ങനൊരു സ്ഥലത്തേക്ക് നിങ്ങൾ ഇതിന് മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യട്ടെ. കാരണം വെച്ചാൽ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഇതിന് മുന്നേ ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിലോ. യൂട്യൂബിൽ മല്ലൻകുഴിയുടെ കുറേ വീഡിയോസ് ഉണ്ട്, പക്ഷേ അതിലൊന്നും ഞാൻ ഇങ്ങനൊരു സ്പേസിലേക്ക് ആരും നന്നായിട്ട് കണ്ടിട്ടില്ല. ചിലപ്പോൾ മേ ബി ഞാൻ കാണാത്തതുകൊണ്ടായിരിക്കാം, എവിടെയെങ്കിലൊക്കെ ഒരു വീഡിയോ എടുക്കുന്നുണ്ടായിരിക്കാം. എൻ്റെ മുന്നിൽ വന്ന വീഡിയോസിലൊന്നും ഞാൻ കണ്ടില്ല. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്തോറും നല്ല ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് കണ്ണിന് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ആസ്വദിച്ച് മെല്ലെ മെല്ലെ നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ആ ഫ്രണ്ടിലെ ഒരു ചെറിയ അരുവി, ഈ ചെറിയ അരുവിയാണ് നമ്മൾ താഴെ കാണുന്ന മല്ലൻകുഴിയിലേക്ക് പോകുന്ന വെള്ളം. അപ്പോൾ ഈ വെള്ളം നല്ല തണുത്തതും നല്ല ശുദ്ധവുമായ വെള്ളമാണെന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം അത് കാട്ടിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. കാട്ടരുവി എന്നൊക്കെ വേണമെങ്കിൽ ഇതിന് വിളിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ കാട്ടരുവിയിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാട്ടരുവിയെ തൊട്ട് തലോടിയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യട്ടാം. വന്യതയുടെ അങ്ങേയറ്റം ആസ്വദിച്ചുകൊണ്ട് മലമടുക്കിലൂടെ. അപ്പോൾ ഇതേപോലെയൊക്കെ നമ്മൾ കാട്ടരുവികളെ തൊട്ട് തലോടി നമ്മളിങ്ങനെ പോണതിൻ്റെ ഒരു സുഖം വേറെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നേരെ ഫ്രണ്ടിലേക്ക് പോകും തോറും ചെറിയ വഴിയാണ്. അപ്പോൾ നമ്മൾ ഒന്ന് പേടിച്ചു, കാരണം ചില അധികം ആൾക്കാർ പോകാത്ത വഴിയായിരിക്കും എന്നൊക്കെ നമ്മൾ പേടിച്ചെങ്കിലും പെട്ടെന്നായിരുന്നു ആ ഒരു സംഗതി ഞങ്ങളുടെ കണ്ണിൽ പെട്ടത്. അത് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു സമാധാനമായി. വേറെ ഒന്നുമില്ല, നമ്മുടെ ഈ മലയാളികളിൽ ചിലർ, എല്ലാ മലയാളികളും നമ്മൾ ചേർത്ത് പറയാൻ പറ്റില്ല, ചില ആൾക്കാർക്ക് ഉണ്ട് ഈ നല്ല സ്ഥലങ്ങൾ കാണുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് കുത്തിക്കോറിയിടുക, അല്ലെങ്കിൽ അവരുടെ പേരെഴുതുക, അല്ലെങ്കിൽ അവരുടെ കാമുകിയുടെയും പേരെഴുതുക. കാമുകനാണെങ്കിൽ കാമുകിയുടെ, കാമുകിയാണെങ്കിൽ കാമുകൻ്റെ പേരെഴുതുക. അങ്ങനെ ചില ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചില ആൾക്കാർ ഇവിടെ വന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അത്ര നല്ല ഏരിയ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ല, നമുക്ക് ഇങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഈ എഴുതിയ ആൾക്കാർ ഈ വീഡിയോ കാണണമെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യും ഞാൻ എഴുതിയെന്ന് പറഞ്ഞിട്ട്. അല്ലാതെ ഇപ്പോൾ നമ്മളിപ്പോൾ എന്ത് തേങ്ങ പറയാം. അപ്പോൾ ഇങ്ങനെ ചില കേസുകളാണ് ഇപ്പോൾ മനസ്സിലായി ഇവിടേക്ക് ആൾക്കാർ വരണം തന്നെ എന്നുള്ളത്. അങ്ങനെ നമ്മൾ പിന്നെയും മുന്നോട്ട് പോകും തോറും വന്യതയുടെ അളവ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു ഞങ്ങൾ ഈ വഴിയാണ്ട് കയറുന്നതോട് കൂടിയിട്ട് ഒരു ഫാമിലീനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒരു പാറയുണ്ട്, അതുവരെയാണ് അവർ പോയത്. അപ്പോൾ അതുപോലെ നമ്മളും ആ പാറ വരെ തന്നെയാണ് പോണത്. ഇവിടുന്ന് നോക്കുമ്പോൾ ആ പാറ ഞങ്ങൾക്ക് കാണാം, പക്ഷേ ക്യാമറയിലൂടെ അത് കാണാൻ പറ്റില്ല ഇപ്പോൾ. കാരണം എന്താ വെച്ചാൽ അവിടെ ലൈറ്റ് കൂടുതലാണ്. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് അധികം ലൈറ്റ് ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്ക് പാറ വളരെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ പാറയുടെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന ചിലവർക്കൊക്കെ തോന്നണ്ടാവും, എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ചിലപ്പോൾ ചിലവർക്ക് തോന്നി ഇതാണപ്പോൾ വലിയ കാട്, ഇതിന് കാട് എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളവിടുത്തെ കാടൊക്കെ നീ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയാമെന്ന് ചോദിക്കുക. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ ഇവിടെ അടുത്ത് കാണാൻ പറ്റിയൊരു കാട് പോലത്തെ ഒരു സ്ഥലം ഇതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെ കാടെന്ന് വിളിച്ചേ പറ്റുള്ളൂ. കാരണം ഞങ്ങളുടെ അടുത്തൊന്നും ഇത്ര കാടുള്ള സ്ഥലം വേറെ ഇല്ല. ഇനി വേറെ ഏതെങ്കിലും തൃശ്ശൂർ ഭാഗത്ത് അല്ലെങ്കിൽ ഈ വടക്കാഞ്ചേരി ഭാഗത്തൊക്കെ വേറെ കാടുകളുണ്ട്, അവിടേക്ക് ഇതേപോലെ നടന്നു പോകാൻ വഴിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ വന്നിട്ട് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാമല്ലോ. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഉള്ളിലേക്ക് കയറി പോണത്. അപ്പോൾ അവിടെ നമ്മളൊരു ചേട്ടനോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ പാറ കഴിഞ്ഞാണ്ട് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ അവിടെ വീട് വെച്ച് താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അറിയില്ല, നമ്മളവിടെ നിന്ന് ആരും കാണുകയും ചെയ്തില്ല. പക്ഷേ ഈ വഴി കണ്ടപ്പോൾ അത് കൂടെ ആൾക്കാർ പോണതാണ് ഡെയിലി. അങ്ങനെയാണ് ആ വഴി. അല്ലെങ്കിൽ ഇപ്പോൾ വഴിയൊക്കെ ആകെ പുല്ല് വന്ന് മൂടേണ്ടതാണ്, വഴി ഇല്ലാതെ ആവേണ്ടതാണ്. ഇപ്പോൾ വഴി അതേപോലെ തന്നെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനായ നമ്മുടെ സ്വന്തം പാറയുടെ മുകളിൽ കൂടെ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒന്ന് മുന്നോട്ട് പോയി നോക്കി അവിടെ എന്താണെന്നുള്ള അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്, കൗതുകം കുറച്ച് അധികമെന്ന് പറഞ്ഞേ ചില ആൾക്കാർ. അപ്പോൾ നമ്മൾ നേരെ ഒന്ന് മുന്നോട്ട് നടന്നു നോക്കിയപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ചെറിയ വഴിയാണ്. അപ്പോൾ നമ്മൾ വന്ന വഴിയുടെ അത്ര പോലും വലിപ്പമില്ല. ആൾക്കാർ പോകണ്ട എന്തായാലും അത് കൂടെ, പക്ഷേ അത്ര അധികം ആൾക്കാർ പോകണില്ല എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് കാരണം ഇവിടെ വന്ന് ഇത് കണ്ടുപോകുന്ന ആൾക്കാരായിരിക്കും കുറച്ച് കൂടുതൽ. അപ്പുറത്തേക്ക് പോകുന്ന ആൾക്കാർ വളരെ കുറവാണെന്നുണ്ട്. അവിടെ ഒന്നും കൂടി വഴി വലിപ്പം കുറഞ്ഞു, പിന്നെ ഒരു അതിരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് വഴി കാര്യങ്ങൾ മോശമായതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകാൻ നിന്നില്ല. നമ്മൾ നേരെ തിരിച്ച് നമ്മൾ പറഞ്ഞ ആ പാറയുടെ മുകളിലേക്ക് തന്നെ തിരിച്ച് ഇങ്ങോട്ട് നടക്കാനുള്ളൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ നമ്മൾ നമ്മുടെ സ്വന്തം പാറയുടെ മുകളിൽ പിന്നെയും നമ്മളെത്തി. അവിടെ നിന്ന് ചുറ്റി നോക്കുമ്പോൾ ഒരുവിധം കാണുന്നൊരു കാഴ്ച എന്ന് വെച്ചാൽ ഈ വലിയ വലിയ
മരത്തിൻ്റെ മുകളിലൊക്കെ മറ്റേ പടർന്നു കയറുന്ന തരം ഒരു ചെടി കയറിയിട്ട് ഓരോ രൂപങ്ങളായിക്കുക. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അതൊന്ന് പോസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ആൾക്കാരുടെ പോലെയൊക്കെ തോന്നും ചിലപ്പോട്ടാം. എന്നുവെച്ചാൽ നമ്മളൊന്ന് ഇമാജിനേഷനും കൂടി നമ്മളെ നൈസായിട്ടൊന്നും അതിൽ എടി തുടങ്ങണം. വിത്തൗട്ട് ഇമാജിനേഷൻ ഒന്നും കാര്യമൊന്നുമില്ല. കുറേ ചെടികൾ നിൽക്കുന്നു, കുറേ മരങ്ങൾ, എന്തിട്ട് രസമുള്ളതെന്നൊക്കെ തോന്നും. അപ്പോൾ നമുക്ക് തോന്നുന്നത് ബാക്കിയുള്ളവർക്ക് തോന്നണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും രൂപസാദൃശ്യം നിങ്ങൾക്ക് തോന്നിച്ച് താഴെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ നേരെ തിരിച്ചു പോവാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു കവാടം പോലെയുള്ള ആ ഒരു സംഭവത്തിൽ കൂടെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അത് അവിടുന്ന് ആ ഭംഗിയില്ല, ഇവിടെ നോക്കുമ്പോഴാണ് ആ ഭംഗി. അപ്പോൾ നമ്മൾ ആ നേച്ചുറൽ ആർച്ചിലൂടെ തിരിച്ചങ്ങോട്ട് അകത്ത് പോവാണ്. അപ്പോൾ ശരിക്കും ഒരു എന്താ പറയുക, ഗോപുരത്തിലേക്കൊക്കെ നമ്മൾ കടക്കുമ്പോൾ ഉണ്ടാവില്ല ഇങ്ങനെ എന്താ പറയുക ആർച്ച്, അതിനെന്താ മലയാളത്തിൽ പറയാന്നുള്ളത് പറയാൻ കിട്ടുന്നില്ല. കവാടം എന്നാണോ അതിനെ പറയാം? നിങ്ങൾക്ക് അറിയിച്ച് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. അതെല്ലാം കമൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നവരാണെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. കാരണം എന്താ വെച്ചാൽ അങ്ങനെയാണ് നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുടുംബത്തിലേക്ക് പുതുതായി വന്ന എല്ലാവർക്കും ഈ ഒരു സമയത്ത് ഞാൻ പ്രത്യേക ഒരു സ്വാഗതം കൂടി ഞാൻ പറയാണ്. അപ്പോൾ നമ്മുടെ കൂടുതൽ വീഡിയോസ് കാണാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണമെങ്കിൽ മാത്രം, അതുപോലെ നമ്മുടെ ബെല്ലൈക്കണൊക്കെ അമർത്തി അതിൽ എന്താ പറയുക ഓളോ അങ്ങനെ എന്തോ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ വീഡിയോയും നമ്മൾ അപ്ലോഡ് ചെയ്ത വശം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ചു പോക്കാണ് നിങ്ങളിഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഒരു 2x സ്പീഡിൽ കണ്ടാലോ, അല്ലെങ്കിൽ നമുക്ക് അതൊരു വിഷമാവില്ല. എല്ലാവർക്കും വെറുതെ ഇങ്ങനെ നടക്കുമ്പോൾ അതിൽ നടക്കുന്ന കുറച്ച് രസകരമായ എന്തെങ്കിലും കാഴ്ചകളുണ്ടെങ്കിൽ മാത്രം ഞാനൊന്ന് സ്ലോ ആക്കിയാൽ പോരെ. അപ്പോൾ ഞാനിപ്പോൾ 2x സ്പീഡിലേക്ക് മാറ്റാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെയുള്ള നല്ല സ്ഥലങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ എവിടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലോ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ വന്നിട്ട് ഈ പറഞ്ഞ പോലെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം, നല്ല നല്ല വീഡിയോസ് എടുക്കാം. അപ്പോൾ നിങ്ങൾക്കും ആ വീഡിയോയിൽ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാട്ടോ വേണമെങ്കിൽ, അതൊന്നും ഒരു വിഷയമുള്ള കേസല്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ നമ്മുടെ തിരിച്ചുപോക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പല കഥകളും പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നമ്മുടെ മല്ലൻകുഴിയിലേക്ക് തന്നെ തിരിച്ച് വരികയാണ്. കാടിറങ്ങുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം, പക്ഷെ കാടല്ല, അത്ര വലിയ കാടല്ലാത്ത കാരണം നമ്മളങ്ങനെ പറയണില്ല. അങ്ങനെ തിരിച്ചു വന്ന് നോക്കുമ്പോൾ മല്ലൻകുഴി നിറയെ ആൾക്കാർ, നമ്മൾ അങ്ങോട്ട് പോണേക്കാൾ കൂടുതൽ കുടുംബക്കാരും കുട്ടികളും എല്ലാവരും കൂടി വന്ന് കുളിയും അതുപോലെ കുളിച്ച് ഡ്രസ്സ് മാറലും അങ്ങനെ വൻ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ വെള്ളച്ചാട്ടം പോലെ എന്ന് വെച്ചാൽ നല്ല മഴ പെയ്യുകയാണെങ്കിൽ അവിടെ ഒരു വെള്ളച്ചാട്ടം കാണാമെന്നുള്ള രീതിയിലുള്ളൊരു സ്ഥലം ഞങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ ആ പാറയുടെ അടിവശത്തേക്കാണ് നമ്മൾ പോകുന്നത്. അത് ഈ റബ്ബറിങ് ഗാർഡിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് കടന്നു പോകണം. അങ്ങനെ നമ്മൾ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് പോകണ വഴി എന്ന് വെച്ചാൽ കുറച്ച് വഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. തെന്നിപ്പോവാൻ അത്യാവശ്യം നല്ല സാധ്യതയുള്ളൊരു ഏരിയയാണ്. തെന്നിപ്പോയി കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളില്ല. അപ്പോൾ ഇവിടുന്ന് നമുക്കവിടെ അപ്പുറത്തേക്ക് ചാടിക്കടന്നാൽ ഈ പറഞ്ഞ പോലെ വഴുക്കി വീഴാനുള്ള എല്ലാ സാധ്യതയും കൂടുതലാണ്. അവിടെ ചെളി കൂടുതലാണ്. അപ്പോൾ നമ്മൾ മെല്ലെ ആ മരത്തിന് മുകളിൽ ചവിട്ടിയിട്ട് പിടിച്ചിട്ട് അങ്ങോട്ട് കിടന്നാൽ വലിയ കുഴപ്പമില്ലാതെ നമുക്കവിടെ അപ്പുറത്തേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം. ഇവിടെ അത്യാവശ്യം പാറകളൊക്കെ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ വലിയൊരു വെള്ളച്ചാട്ടം ചിലപ്പോൾ സൃഷ്ടിക്കപ്പെടാം എന്ന് നമ്മൾ പറഞ്ഞില്ല നേരത്തെ. അപ്പോൾ അതിനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. നല്ല വെള്ളം ഒഴുകി വരികയാണെങ്കിൽ അതിന് മുകളിൽ കൂടെ ചാടി വരുന്നത് കാണുമ്പോൾ ഒരു വെള്ളച്ചാട്ടം പോലെ തോന്നില്ലേ? നിങ്ങൾക്ക് തോന്നണ്ട, എനിക്ക് അങ്ങനെ തോന്നി. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു ഞാൻ വിചാരിക്കണം. ഈ ഒരു സ്ഥലം നമ്മളിവിടെ വരുമ്പോൾ കാണാൻ പറ്റുന്നവർ കാണുമെന്നിട്ട്, കാരണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഭംഗിയുള്ള സ്ഥലമാണ്. റിസ്ക് എടുക്കാൻ നിൽക്കണ്ട, വഴിക്ക് വീഴാനൊക്കെ സാധ്യത കൂടുതലുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതും നമ്മളൊന്ന് സൂക്ഷിച്ചും കണ്ടും നടക്കുക. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ്, നമ്മളിതുവരെ കാണിക്കാത്ത സ്റ്റാർട്ടിങ് പോയിന്റ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് കാണിക്കാത്തതെന്നൊക്കെ നമ്മൾ ആദ്യമേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ആരുടെയും തെറ്റല്ല, നമുക്ക് നമ്മുടേതായ ഒരു മര്യാദ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളത് കാണിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് കാണിക്കാത്തത്. അത് പിന്നീട് വല്ല പ്രശ്നങ്ങളും ഉണ്ടായി കഴിഞ്ഞാൽ സീൻ മാറുകയും എന്തിനാ വെറുതെ സീൻ മാറാൻ നിൽക്കണം, നമ്മളിപ്പോൾ ഈ പോകുന്ന സീനിൽ അങ്ങോട്ട് പോയാൽ മതി എന്ന് വെച്ചിട്ടാണ്. അപ്പം മല്ലൻകുഴിയുടെ ഈ ഒരു വീഡിയോ നമ്മുടെ ചാനലിൻ്റെ സീൻ മാറ്റുമെന്ന് നമുക്കറിയില്ല. ചാനലിൻ്റെ സീൻ മാറ്റുകയാണെങ്കിൽ നമുക്കൊരു പൊളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം മല്ലൻകുഴിയിലെ ഒരുവിധപ്പെട്ട കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ലോങ് വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ ഇപ്പം ഈ പറയണത് തന്നെ എത്ര ആൾക്കാർ കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഇതിൻ്റെ അവസാനം വരെ കണ്ടവർക്ക് വളരെയധികം നന്ദി ഞാനിവിടെ പറയാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ പുതിയ സ്ഥലങ്ങൾ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും നിങ്ങളൊന്ന് കാത്തിരിക്കുക നമ്മുടെ ചാനലിലെ വീഡിയോസിന് വേണ്ടി. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബൊക്കെ ചെയ്തിടാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.